പ്രശാന്ത്, ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി ഹെൽമറ്റ് ധരിക്കാതെ യാത്ര ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പിന്തുടർന്ന് പിടിക്കുന്ന രംഗം. ആ കുട്ടി ഹെൽമറ്റ് വെച്ചിട്ടില്ല, അവനത് ഒതുക്കി നിർത്താൻ വേണ്ടിയാണ് പോയത്. കൊച്ചുകുട്ടിയാണ്, എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി, അറിയാമല്ലോ എത്ര വയസ്സാണ്. എന്നിട്ട് ആ കുട്ടിയെ തല്ലുന്നു. അവിടെ ആകെ മൊത്തത്തിൽ ഷോ ആയിരുന്നു. ആ കുട്ടി ശരിക്കും പരാതി കൊടുത്തു. ചെകിടത്ത് ആണ് ഈ തല്ലിയത്. അപ്പോൾ എൻ്റെ ബലമായ സംശയം, ഇത്തരത്തിൽ പോലീസ് ഒരു നരനായാട്ട് നടത്തുന്നത് പോലെ ഈ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നാലും അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആയാലും പോലീസ് ആയാലും ഇങ്ങനെ പോകുന്ന അനുഭവങ്ങൾ താങ്കൾക്കുണ്ടായിട്ടുണ്ടോ? താങ്കളുടെ ജീവിതത്തിൽ ഇതുമായി ബന്ധപ്പെട്ട്? തീർച്ചയായിട്ടും എന്നെ ഹെൽമെറ്റ് വയ്ക്കാതെ വണ്ടി ഓടിച്ചതിന് പോലീസ് പിടിച്ചിട്ടുണ്ട്. ഇപ്പം പുതിയതായിട്ട് AI നിയമം വന്നപ്പോൾ പിന്നെ ഇരുന്നവൻ ഹെൽമെറ്റ് വെക്കാത്തതിൻ്റെ പേരിൽ എനിക്ക് ഇപ്പോൾ ഒരു പെറ്റി വന്ന് കിടപ്പുണ്ട്. 4 വീലിൽ കാറിൽ അങ്ങനെ പെറ്റികളൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ കാരണം ബെൽറ്റ് ഇട്ട് വണ്ടി കയറുമ്പോഴേ ബെൽറ്റ് ഇടും, അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി അലാം അടിച്ചുകൊണ്ടിരിക്കും. ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് ബെൽറ്റ് ഇടും. എന്നാലും അച്ഛൻ കയറി ഫ്രണ്ടിൽ ഇരുന്നിട്ട് സീറ്റ് ബെൽറ്റ് ഇടാതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല എന്ന് പറയാം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഏരിയയിൽ വെച്ചല്ലാതെ മറ്റ് പുറത്തേക്ക് പോയിട്ട് ഇതുവരേക്കും എനിക്കൊരു പെറ്റി വരികയോ എൻ്റെ വണ്ടി ബൈക്കാട്ടെ കാറാട്ടെ തടഞ്ഞു നിർത്തേണ്ട ഒരു അവസരം വരികയോ ഇതുവരേക്കും ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവാതിരിക്കട്ടെ. എന്നാലും എനിക്കുണ്ടായിട്ടുണ്ട്, അത് ഞാൻ പറയാം. അതായത് ഈ ഹെൽമെറ്റ് നിർബന്ധമായി വെക്കണം എന്ന് പറയുന്ന ഒരു സമയം എത്തുന്നതിന് മുമ്പ് വരെ നമ്മൾ ഈ മീഡിയയിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മീഡിയ കാർഡൊക്കെ കാണിച്ച് നമ്മൾ തിരുവനന്തപുരത്ത് അങ്ങനെയുണ്ട്. ഇവിടുത്തെ പോലീസിനെക്കാളും തിരുവനന്തപുരത്തെ പോലീസിന് നമ്മൾ മീഡിയ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവരങ്ങ് വിടും. എറണാകുളത്ത് അങ്ങനെയൊന്നുമല്ല. അങ്ങനെ ഏതായാലും അങ്ങനെ ഒരു സംഭവം, ആ ഹെൽമെറ്റ് വെക്കണം എന്ന് പറയുന്നതിന് സ്ട്രിക്റ്റ് ആകുന്നതിന് മുമ്പ് പിടിച്ചു നമ്മുടെ അടുത്തൊക്കെ വളരെ മോശമായ രീതിയിലൊക്കെ പെരുമാറിയിട്ടുണ്ട്. രണ്ടാമത് ഈ ഹോം ഗാർഡ് എന്ന് പറഞ്ഞിരിച്ച പോലീസ് വിഭാഗമുണ്ട്, അറിയാമല്ലോ. ഈ റിട്ടയർഡ് ആർമി, അതെ, അതിനുശേഷം വന്ന് ഹോം ഗാർഡായിട്ട് ഇതില് ചില വിദ്വാൻമാര് നമ്മളെ പിടിക്കാനായിട്ട് നോക്കുമ്പോൾ, നമ്മൾ ഈ പിടിക്കുന്നതിന് നിർത്താൻ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ നിർത്തുന്ന സ്ഥലം ഒന്ന് മാറിയാലും പോലീസിനേക്കാളും വലിയ ഭാഷ്യത്തിൽ വന്നാണ് ഇവർ നമ്മളോട് സംസാരിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ ഭാഷയിൽ ആ കൊച്ചേട്ടനോട് നമ്മളങ്ങ് പറഞ്ഞു, ചേട്ടൻ പൊക്കോ, ചേട്ടൻ എന്തെങ്കിലും ചെയ്യാണ്ട് ചേട്ടൻ ചെയ്തോ എന്ന്. അത് ഈ മീഡിയയിലൊക്കെ പണികളുണ്ട്, ഒരു ചെറിയൊരു ധൈര്യത്തിൽ നമ്മളതങ്ങ് പറഞ്ഞത്. പക്ഷെ ചേട്ടൻ ഒന്നും ചെയ്തില്ല. പക്ഷേ ഇവിടെ നമ്മൾ പറയേണ്ട കാര്യം, നമ്മളെ പിടിച്ച കഥയും നമ്മൾ വീരവാദവും അല്ല പറയുന്നത്. ഇവിടെ ഈ പറയുന്ന കൊച്ചു കുട്ടിയെ ഇത്തരത്തിൽ തല്ലേണ്ട ആവശ്യം എന്താ? ധാർഷ്ട്യം. ഇത് ഈ ഒരു കാര്യം മാത്രമല്ല, ഇതേ കൂട്ട് വണ്ടി പിടിക്കാനായി പോലീസ് പിറകെ പോയി വണ്ടിയും കൊണ്ട് അപകടം പറ്റി മരണപ്പെട്ട ചെറുപ്പക്കാർ വരെ ഉണ്ട്. അല്ല, ഇതിനകത്ത് ഈ പയ്യനെ തല്ലുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഇവന് പരീക്ഷ എഴുതുവാനോ വിദേശത്ത് പോകാനോ കഴിയാത്ത അവസ്ഥയിൽ കുരുക്കോ എന്നുള്ള ഭീഷണി. ഈ പയ്യൻ്റെ പ്രായം പോക്സോ അല്ല, ഭാഗ്യത്തിന് 21 വയസ്സുണ്ട്. അതുകൊണ്ട് പോക്സോ വകുപ്പിൽ പെടുത്താൻ പറ്റില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇതൊരു പോക്സോയാണ്. ഈ 18 വയസ്സുള്ള ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും മർദ്ദിച്ചു കഴിഞ്ഞാൽ വകുപ്പ് പോക്സോ ആണെന്നിരിക്കെ ഇതിനകത്തിപ്പം ഇത് കേസ് ഒതുക്കി തീർക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 6500 രൂപ കൊണ്ടുവരണമെന്ന് ആണ് ഈ MVD ഉദ്യോഗസ്ഥൻ ഇവനോട് പറയുന്നത്. ഇവർക്ക് വായി തോന്നുന്നതാണ് പെറ്റി. ശ്രദ്ധിച്ചിട്ടുണ്ടോ? MVDക്ക് വായി തോന്നുന്ന പെറ്റി. അവർക്ക് 5000 അടയ്ക്കണം തോന്നിയാൽ 5000 അടപ്പിക്കും, 500 അടയ്ക്കണം തോന്നിയാൽ 500 അടപ്പിക്കും, 2000 അടയ്ക്കണം തോന്നിയാൽ 2000 അടപ്പിക്കും. പക്ഷേ ഈ പൈസ ഇവരുടെ കയ്യിലോട്ട് നേരിട്ട് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഞാനിത് കോടതിയിൽ കെട്ടി വെച്ചോളാം എന്ന് പറഞ്ഞ് പോരാൻ പറ്റും. പിന്നെ പോലീസ് ആണെങ്കിലും വെഹിക്കിൾ ആണെങ്കിലും ആരാണെങ്കിലും, ഇപ്പം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും എടാ പോടാന്ന് വിളിക്കാനോ ഭേദ്യം ചെയ്യുവാനോ അല്ലെങ്കിൽ നമ്മളെ മർദ്ദിക്കുവാനുള്ള അവകാശമൊന്നും ഒരു മോനും നമ്മൾ കൊടുത്തിട്ടില്ല എന്ന് തന്നെ ഇവിടെ ഞാൻ പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാക്കി ഇട്ട് കഴിഞ്ഞാൽ ലോകം മുഴുവൻ തൻ്റെ കൈവെള്ളയിലാണെന്നുള്ള വല്ല വിചാരം ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മ അത്യാവശ്യം എൻ്റെ ദേഹത്ത് കൈവച്ചിട്ടുണ്ടെങ്കിൽ എന്നെ തൂക്കിക്കൊന്നെന്ന് പറഞ്ഞാലും ശരി, ഞാൻ തിരിച്ചടിക്കും. അത് ഈ വേദിയിൽ തന്നെ പറയുകയാണ്. കാരണം എൻ്റെ മേല് നൊന്താൽ അത് എത്ര വലിയ പോലീസ് ആണെങ്കിലും തിരിച്ചടിച്ചിരിക്കും. കാരണം നമ്മുടെ നികുതി പണത്തിൽ നിന്ന് കാശും ശമ്പളം മേടിച്ച് പോക്കലിട്ട് നമ്മളെ തല്ലാനായിട്ട് ഇതെന്ത് വെള്ളരിക്കാൻ പറ്റണോ? അവരുടെ ജോലിയെ തടസ്സപ്പെടുത്താണ്ട് പോയിട്ടില്ല. ഞാൻ നിൽക്കുന്നിടത്ത് ന്യായമില്ലാത്ത കാര്യത്തിന് എന്റെ ദേഹത്ത് കൈവച്ചാൽ അത് എത്ര വലിയ പോലീസ് അവർ കണ്ടെത്തിയിട്ട് കാര്യമില്ല. അപ്പൊ എനിക്ക് അവന്റെ കൊടുത്തെന്നുള്ളൊരു സമാധാനം ഉണ്ടല്ലോ. അല്ല, നിയമം അവന്റെ പൊന്നിയാട്ടോ, നിയമം പൊതുജനങ്ങൾ കയ്യിലെടുക്കുക ഈ രീതിയിൽ പോവാണെന്നുണ്ടെങ്കിൽ 21 വയസ്സുള്ള ഒരു പയ്യൻ അവന്റെ വണ്ടി ഒരു 10 അടി അങ്ങോട്ട് മാറ്റി വെക്കുന്നത് അവന്റെ പിന്നാലെ പോയിട്ട് അവന്റെ ചെവിക്കല്ല് അടിച്ച് പൊട്ടിച്ചിട്ട് ഇപ്പൊ ന്യായം പറഞ്ഞതിനകത്ത് അവൻ എന്ത് ജോലി തടസ്സപ്പെടുത്തിയെന്നാണ് പറയുന്നത്? അവൻ നടപടി നിർത്തണമായിരുന്നോ? ആരും ഒന്നും തിരിച്ച് ചെയ്യില്ല എന്നുള്ള ധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ പറയുന്ന മുഴുവൻ കാണിക്കുന്നത്. എന്റെ മുന്നേട്ടെ, ഇവിടെ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ അത് ലോക കുറ്റമാണ്. സീറ്റ് വെച്ചിട്ടെങ്കിൽ അത് ലോക കുറ്റമാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട വണ്ടിയിൽ ഒരു ലൈറ്റ് വെച്ചാൽ അത് ലോക കുറ്റമാണ്. ആ വണ്ടിക്ക് ഒന്ന് പെയിന്റ് ഒന്ന് അടിച്ചാലോ സ്റ്റിക്കർ അടിച്ചാൽ ലോക കുറ്റമാണ്. ഇതൊക്കെ വിൽക്കുന്ന കച്ചവടക്കാരെ എന്താ കുമാരി പിടിക്കാത്തത്? ഞാൻ എന്റെ പോക്കറ്റിലെ പൈസയും കൊണ്ട് ഞാൻ മേടിച്ച വണ്ടിയിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്തു തന്നിരിക്കും.
അതിന്റെ പേരിൽ ഇത് കേരളത്തിൽ മാത്രമുള്ള ചില നിയമങ്ങളാണ്. കേരളത്തിന് പുറത്തേക്ക് ഇങ്ങനെയുള്ള നിയമങ്ങളൊന്നുമില്ല. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ആക്സിഡന്റ് മാറുമെന്നുള്ള ലോകോത്തര കണ്ടുപിടുത്തം കണ്ടുപിടിച്ച ഒരു നാടാണ് നമ്മുടെ സ്വന്തം കേരളം. പോയിന്റ് നമ്മൾ പറയേണ്ടതെന്നറിയോ, ഇത് നമുക്ക് സുരക്ഷിത ബോധം ഉണ്ടാക്കാൻ വേണ്ടി ചില സുരക്ഷിത ബോധം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ പയ്യനെ വിളിച്ച് മാറ്റി നിർത്തി ഇവനെ റോഡിന്റെ സൈഡിലേക്ക് മാറ്റി നിർത്തി പറയണം മോനെ എടാ ഹെൽമെറ്റ് ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ നീ എവിടെ ചെന്ന് വീണ് കഴിഞ്ഞാൽ നിന്റെ തലയെന്ന് നിലത്തടിച്ചു കഴിഞ്ഞാൽ നീ മരണപ്പെടും. നിന്റെ അച്ഛനും അമ്മയ്ക്കും ആരും ഇല്ല. നിന്റെ അച്ഛനും അമ്മയ്ക്കും ആരും ഇല്ല. നീ ഹെൽമെറ്റ് വെച്ച് വേണ്ടേ പോകാനായിട്ട്? ഇങ്ങനാണോ പോകുന്നത്? മോനെ നിനക്ക് ഇതിനകത്തൊരു ഇത്ര രൂപ പെറ്റിയുണ്ട്, ഇത് നീ ഒന്ന് അടച്ചിട്ട് പോകാമോ എന്ന് മാന്യമായിട്ട് ചോദിക്കുക. അല്ലാതെ എടാ മറ്റവനെ നീ ആരുടെ കൊണ്ടാടാ പോകുന്നത്? നിന്റെ ആരെങ്കിലും അവിടെ കിടപ്പുണ്ടോ ഇവിടെ കിടപ്പുണ്ടോ നിന്റെ അമ്മയുടെ അച്ഛന്റെ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ഇരിക്കുന്നതിനെ മുഴുവൻ വിളിക്കുകയും ഈ പയ്യനെ തല്ലാൻ ഈ പറയുന്ന ഉദ്യോഗസ്ഥന് ഏത് കോടതി കൊടുത്ത തിട്ടൂരമാണ് കയ്യിലുള്ളതെന്ന് എനിക്കറിയാം. അല്ല അതൊക്കെ നടന്നു കഴിഞ്ഞു, കിട്ടിക്കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കിട്ടിക്കഴിഞ്ഞിടത്തിൽ അയാളെ മാതൃകാപരമായ ശിക്ഷ നടക്കൂല. ഇതിനേക്കാളും വാർത്തകൾ ഞാൻ കാണിച്ചു തരാം. ഇതിനേക്കാളും വാർത്തകൾ പലയിടങ്ങളിൽ ഉണ്ടായത് ഞാൻ കാണിച്ചു തരാം. ഓടിച്ചിട്ട് പിറകെ ഓടി ബൈക്കും കൊണ്ട് തോട്ടിൽ വീണ് ബൈക്ക് തന്ന് ആ ഓടിച്ച ആളും വീണ് മരിച്ചിട്ട് അതിനെ ഇവർ വളച്ചു കെട്ടി രക്ഷിച്ച കഥയൊക്കെ അറിയാമല്ലോ പോലീസിന്റെ. കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരം ലുലുമാളി വെച്ച് ഒരു പോലീസുകാരനെ ചവിട്ടിക്കൂട്ടിയ വീഡിയോ വന്ന് ഓർക്കുന്നുണ്ടോ? അതുകൊണ്ട് ഇപ്പൊ കണ്ടത് പേട്ടയിലെ അതെന്തിനാ അത് SFIക്കാരെ പരിപാടിക്കിടയിൽ വന്ന് വേളം ഉണ്ടാക്കി അതുമായിട്ട് നമുക്ക് യോജിക്കില്ല. അതെന്തിനാന്നറിയോ? കാക്കി ഉണ്ടായിരുന്നപ്പോ അവനെ ലാത്തിക്ക് 4 ഒരെണ്ണം കൊടുത്ത് അവന്റെ അമ്മയുടെ മുന്നിൽ വെച്ചിട്ടാണ് ആ വീഡിയോ അടക്കുന്നത്. അവന്റെ അമ്മയുടെ മുന്നിൽ വെച്ച് ലാത്തിക്ക് അടിച്ചു. സഹോദരി അമ്മ ആരാണെങ്കിലും അവന്റെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് അവന്റെ അടിച്ചു. കാക്കി ഊരി കഴിഞ്ഞപ്പോഴേക്കും അവന് തരത്തി കിട്ടി. ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് ചേട്ടാ, ഈ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുന്നത് ഭയങ്കര കുറ്റപരമായ കാര്യമാണ്. ഇവൻ ജനിച്ചു വീഴുമ്പോ തൊട്ട് ബാത്റൂമിൽ പോകാനും വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങാൻ സമയത്ത് ഇവൻ കാക്കിയിട്ടോണ്ടിരിക്കത്തില്ലല്ലോ. 24 മണിക്കൂറും കാക്കിയിട്ടോണ്ടിരിക്കുവോ? ചേട്ടാ ഞാനൊരു പാലക്കാരനാണ്, കോട്ടയംകാരനാണ്, പാലക്കാരനാണ്. അമ്മ സത്യമായിട്ടും പറയുകയാണ് ഇവൻ കാക്കി ഊരിയിട്ടുണ്ടെങ്കിൽ എന്റെ കൊക്കിന് ഈവനുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിട്ട് കിട്ടിയെങ്കിൽ അവൻ എവിടെ വെച്ചാണെങ്കിലും പണിയും. അതായിരിക്കാം അത് നല്ല ഉറപ്പായിട്ട്. നല്ല ഇടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കുഞ്ഞുനാളിൽ അവൻ പറയാറില്ല സ്റ്റേഷനിൽ കയറ്റി കുനിച്ചേർത്തി കൂമ്പിടിച്ച് മുലപ്പാൽ തോപ്പിക്കുന്നു. സത്യമായിട്ടും പറയുകയാണ് അങ്ങനെ ചെയ്യാത്ത തെറ്റിന് മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എത്ര വലിയവനാണെന്ന് പറഞ്ഞാൽ അവൻ കാക്കി ഊരുന്ന ദിവസം അവനിട്ട് കൊടുത്തിരിക്കുന്നുള്ള 100%. ഇത് ആഹ്വാനം ചെയ്തോ അല്ലെങ്കിൽ സംഭവമൊന്നുമല്ല. പക്ഷേ പോലീസിന്റെ ഗുണ്ടായിസം വളരെയധികം വർദ്ധിക്കുന്നുണ്ട്. ഗുണ്ടായിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ നെഞ്ചത്തേക്ക് അങ്ങ് കുതിര കയറി അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് വലിയൊരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് തടയിടേണ്ട ആഭ്യന്തര വകുപ്പ് തന്നെയാണ്. മുൻപ് ഹൈക്കോടതി ഒരു സെക്യുലർ ഇറക്കിയിരുന്നു. അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, വാഹന പരിശോധനയ്ക്കിടയിലോ മറ്റുള്ള ചെക്കിങ്ങിനിടയിലോ പൊതുജനങ്ങളെ എടാ പോടാ നീ എന്ന് പറഞ്ഞോ മര്യാദയില്ലാത്ത ഭാഷകൾ പറഞ്ഞോ സംസാരിക്കാൻ പാടില്ല. സാറെന്ന് വിളിച്ചു വേണം അവൻ ആ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പറയുന്ന പൊതുജനത്തെ വിളിക്കേണ്ട സാറെന്നാണ്. ഇവിടെ ഏത് പോലീസുകാരനെ സാറെന്ന് വിളിക്കണം? അവനെ സാറേന്ന് വിളിക്കില്ലെന്നുണ്ടെങ്കിൽ അവന്റെ എന്താ പറയുന്നത്, അവന്റെ എല്ലാം കൂടെ ഉരുകി ഒലിച്ചു പോയതുപോലെയാണ്. എല്ലാ പോലീസും ഒരുപോലെ അല്ല. നല്ല പോലീസുകാരും ഉണ്ട്. പക്ഷെ 100 നല്ല പോലീസുകാരെ കുറ്റം പറയിപ്പിക്കാണ്ട് ഇതുപോലത്തെ ഒരു നാറിയ പോലീസുകാരൻ മതി. അതാണ് പ്രശ്നം. എന്തായാലും പ്രശാന്ത് ഇങ്ങനെയുള്ള വെല്ലുവിളികൾ ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. അക്സെപ്റ്റ് ചെയ്യുന്നോ ഇല്ല എന്നുള്ള കാര്യം ഞാൻ എന്റെ സ്വന്തം കാര്യമാണ് പറയുന്നത്. എനിക്ക് മാനസികമായി ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് എനിക്ക് മർദ്ദനമേറ്റാൽ ഞാൻ കേസിന് ബുക്കാറൊന്നും പോകത്തില്ല. ഏതായാലും നമ്മൾ ഈ വിഷയം സംസാരിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഒരു നിരപരാധിയായ കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ 21 വയസ്സുകാരനോട് വണ്ടി ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കണം എന്ന് ബോധവൽക്കരണം നടത്താനാണ് ബഹുമാനപ്പെട്ട സർക്കാർ ഈ പോലീസ് വകുപ്പിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ കുട്ടി അപ്പൊ ഈ ആദ്യമായിട്ട് ബോധവൽക്കരണം നടത്തേണ്ട ആർക്കാണെന്നറിയോ? ഈ കുട്ടികൾക്കല്ല, ഈ MVDക്കാണ്. ഈ കാക്കിയിട്ടുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങുന്നത് പൊതുജനത്തിന്റെ നെഞ്ചത്തോട്ട് കുതിര കയറേണ്ടല്ല എന്നുള്ള കാര്യം MVD ഒന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ പറയുന്ന കൃത്രിമശ്വാസം കൊടുക്കാനായിട്ട് മന്ത്രിമന്ദിരങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഗതാഗത വകുപ്പ് മന്ത്രിക്കും സമയം കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഈ കൃത്രിമശ്വാസത്തിനും പ്രണയത്തിനും ഒക്കെ ഇടയ്ക്ക് ശേഷം, അതായത് 5000 പ്രണയങ്ങളുണ്ട്, പുള്ളിക്ക് ഒരു ദിവസം തികയത്തില്ല, ഒരു വർഷം തികയത്തില്ല, ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് പുള്ളിയോട് പറഞ്ഞിട്ട് കാര്യം ഇനി വരുന്ന ഗതാഗത വകുപ്പ് മന്ത്രിയെങ്കിലും സമയം കിട്ടുവാണെന്നുണ്ടെങ്കിൽ MVD വിളിച്ചിട്ടൊന്ന് പറയണം. ഞാൻ അടങ്ങുന്ന മന്ത്രിസഭയ്ക്ക് വോട്ട് എന്ന് ജയിപ്പിച്ചു വിട്ട ജനങ്ങളാണ് ഈ കേരളത്തിലുള്ളത്. പോകുന്നതിന് മുമ്പാണ് ആലോചിക്കും. ഇപ്പൊ ഇനി 2 ആഴ്ചയുള്ളൂ ഭരണം തീരാനായിട്ട്, അപ്പോഴാലോചിക്കും. അതാ പറഞ്ഞേ. അപ്പോ ദയവ് ചെയ്തിട്ട് ഈ പൊതുജനത്തിന്റെ നെഞ്ചത്തോട്ട് കുതിര കയറാൻ പോയിട്ട് പിന്നെ അവരുടെ കയ്യിൽ നിന്ന് വല്ലതും ഒക്കെ വാങ്ങി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരും പറഞ്ഞ് ചാനലിന്റെ മുന്നിൽ വന്നിരുന്ന് കരയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. ഒന്നാമത്തെ കാര്യം. പിന്നെ പ്രതികരണശേഷി ഒരിക്കലും ഈ കേരളീയ ജനതയ്ക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അവർ ഈ ചേട്ടൻ പറഞ്ഞ പോലെ നിയമങ്ങളെ അനുശാസിച്ചും നിയമങ്ങളെ വിശ്വസിച്ചും പോകുന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നത്. പക്ഷെ എന്നും പറഞ്ഞ് ഈ പണ്ടൊരു ചൊല്ലുണ്ട്, ആളമുട്ടിയ ചേരയാണെങ്കിലും കടിക്കുമോ എന്നുള്ളത്. തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോകും, വലിയ കലാപത്തിലേക്ക് പോകും. പോലീസ് ബന്ദ് എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച് പണ്ട് ചില കഥകളിലൊക്കെ വായിച്ചിട്ടേ ഉള്ളൂ. പോലീസ് ബന്ദ്
വരാനായിട്ട് വലിയ താമസമൊന്നുമില്ല. കാരണം കൂടുതലൊരുത്തരെ തൊട്ട് കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലോ. പോലീസ് ബന്ധു വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ വിഷയങ്ങളാകും. അപ്പോൾ അങ്ങനെ ഒന്നും വരാതെ നോക്കേണ്ടത് ആരാണ്? ഇവിടുത്തെ സർക്കാരാണ്, ഇവിടുത്തെ കോടതിയാണ്. അപ്പം ദയവ് ചെയ്ത് പോലീസിന് പിന്നെ അവർക്ക് മൊത്തത്തിൽ വേറെ പല കാര്യങ്ങളിലും തിരക്കായതുകൊണ്ട് അവരെ വിട്ടേക്കും. പക്ഷേ MVD ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ദിവസങ്ങളല്ല, കുറച്ച് വർഷങ്ങളായിട്ട് MVD എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരമ ബോറായി തുടങ്ങിയിട്ടുണ്ട്. ബോറെന്നല്ല, അതിന് മേലെ എന്തെങ്കിലും ഒരു വാക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് വാക്കണം. തടഞ്ഞേ പറ്റൂ, ഇല്ലെന്നുണ്ടെങ്കിൽ തടവും.